ഹലോ ഗൈസ്, അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ നമ്മുടെ കിളിയെയും കാണിക്കും. അതോടൊപ്പം പ്രാവിൻ്റെ സംബന്ധമായ കാര്യങ്ങൾ, കിളിയുടെ സംബന്ധമായ കാര്യങ്ങൾ, അങ്ങനെ എല്ലാം ഞങ്ങളിന്ന് ഈ വീഡിയോയിലൂടെ ഞങ്ങൾ കാണിക്കും. അപ്പോൾ നമുക്ക് നേരെ ആണെങ്കിൽ ഇപ്പോൾ അവിടെ പ്രാവിന് റിങ് ഇടാനായിട്ട് ഇരുന്ന് നോക്കുകയാണ്. ഞാൻ വീഡിയോ കാണിച്ചു തരാം. അപ്പോൾ നമ്മുടെ വീഡിയോയിലേക്ക് നമുക്ക് പോകാം. ഹലോ ഗൈസ്, അപ്പം നമ്മുടെ പ്രാവ് രണ്ടെണ്ണം നിൽക്കുന്നത് മണ്ടയ്ക്ക് വെണ്ണയിലിട്ടാണ് നിൽക്കുന്ന ആളൊക്കെ ഉണ്ടോ. അതുകൊണ്ട് നമ്മുടെ പൂവൻ ഒരാളോട് അങ്ങോട്ട് പറന്നു പോയിട്ടുണ്ട് കേട്ടോ. നമ്മളെ പെടയും കുഞ്ഞുമാണ് മണ്ടയ്ക്കിരിക്കുന്ന. പൂവനും ഇപ്പം അങ്ങോട്ട് പോയിട്ടുണ്ട്. സിയതാ വന്നിരിക്കുന്നത് കേട്ടോ. എന്താ പയറാണ്. ഇടയ്ക്കൂടെ നമ്മൾ ഗോതമ്പും കൊടുക്കും കേട്ടോ. അപ്പോൾ എന്തോ ഒരാൾ തെങ്ങിലോട്ട് പറന്നു പോയിട്ടുണ്ട്. ബാക്കി നമുക്ക് ഇവറ്റകളെ ഒന്ന് പറവ ഉറപ്പിക്കുക നോക്കാം. നാടൻ പ്രാവ് പക്ഷേ നല്ല വൃത്തിക്ക് റൗണ്ട് അടിക്കും കേട്ടോ. തോനെ റൗണ്ട് അടിക്കും. ഒരു ദിവസം ഞങ്ങൾ തന്നെ അന്തിച്ചു ഇല്ലേ ഒടിവാത്തു. നല്ല വൃത്തിക്ക് റൗണ്ട് അടിച്ചില്ലേ. ഇവറ്റകളെ പറത്തിച്ച് നോക്കാം. അവിടെ പോയിട്ടുണ്ട്. അതുകൊണ്ട് അതിൻ്റെ മണ്ടയ്ക്ക് കയറിയിട്ടു. അപ്പോൾ അവിടുന്ന് അങ്ങ് പറഞ്ഞോളൂ. നമുക്ക് ചെറുതായിട്ടൊന്ന് പേടിപ്പിച്ച് നോക്കാം. അവിടെ പ്രാവ് കണ്ട പോയിട്ടുണ്ട്. പറവയ്ക്ക് പോയിട്ടുണ്ട്. പ്രാവ് അങ്ങോട്ടങ്ങ് പോയിട്ടുണ്ട്. അപ്പോൾ ചെറുതായിട്ടൊന്ന് കാണിച്ചു തരാം. അത് പ്രാവിനെ വിട്ടപ്പോൾ ഉണ്ട്. പ്രാവ് പോയി. നല്ല റൗണ്ടാണ്. അപ്പോൾ അടുത്ത നമുക്ക് കുഞ്ഞിനെയാണ് പറപ്പിക്കാനുള്ളത്. അപ്പോൾ ഞങ്ങൾ എന്ത് ഫോൺ ആദ്യം എടുത്ത ക്യാമറ ഇങ്ങെടുത്ത ഇവിടെ പേരോടി ഞാൻ വണ്ണിലിട്ട് ഇതാണ്ട് ഈ കമ്പിലിരിപ്പുണ്ട്. നമ്മുടെ ഇവിടെ ഇവിടെ ഇരിപ്പുണ്ടായിരുന്നു. അങ്ങനെ നമുക്ക് പറപ്പിക്കേ. ഓ എൻ്റെ അല്ലാതെ അങ്ങോട്ട് പോയിട്ടുണ്ട് കേട്ടോ. അവിടുന്നൊക്കെ പറക്കും. ഇതുപോലെ അവിടോട്ട് പോയി ഒരുത്തൻ. ഇവിടെങ്ങാണ്ടൊക്കെ ഉണ്ട്. എല്ലാവരെയും റൗണ്ട് അടിക്കാൻ പറ്റാൻ പോണ്ട്. അതുകൊണ്ട് അവിടെയൊക്കെ കിടന്ന് റൗണ്ട് അടിക്കുന്നുണ്ട് പ്രാവ്. അപ്പോൾ നിങ്ങൾക്ക് തന്നെ ചെറുതായിട്ട് നല്ല വൃത്തിക്ക് പ്രാവിനെ കാണിച്ചു തരാം. അങ്ങോട്ട് റൗണ്ട് അടിക്കാൻ. ഞാൻ പറഞ്ഞില്ലായിരുന്നു ലവ് ബേഡ്സിന്റെ കാര്യം നിങ്ങൾക്ക് ലവ് ബേഡ്സിനെ കാണിച്ചു തരാം. നമ്മൾ പയറൊന്നും കൊടുക്കാറില്ല, ഒള്ളി തിന്ന മാത്രമേ ഉള്ളൂ. നമ്മൾ കാണിച്ചു തരാണ്ട് ആണ്ടിരിക്കുന്നു. അങ്ങനെ പോണ്ട്. ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. വെളിയിൽ പോയതൊന്നുമല്ല. അപ്പോൾ നമ്മൾ ഓൾറെഡി ലവ് ബേഡ്സിനെ വളർത്തുമ്പോൾ ആരും വളർത്തിയാലും ഈ മഴക്കാലത്ത് ഇളം ചൂടുവെള്ളം മാക്സിമം കൊടുക്കാൻ നോക്കുക. നമ്മളെല്ലാം ചൂടുവെള്ളമാണ് കൊടുത്തേക്കുന്നത്. ചൂടുവെള്ളം മാറ്റണം കേട്ടോ. വേണ്ട. അപ്പം മാക്സിമം നമ്മൾ കെയർ ചെയ്യാൻ നോക്കുക. ഇതാണ് നമ്മൾ പിന്നെ ഇതേപോലെ ഒന്ന് നിർത്തല്ലേ. ഉച്ച തൊട്ട് വൈകുന്നേരം വരെ മഴ പെയ്തില്ലേ നമുക്ക് നിർത്താം പ്രാവിനെ. അപ്പം കിളിയെ പ്രാവെന്ന് പറഞ്ഞപ്പോൾ പ്രാവിനെയാണ് നമുക്ക് മൊത്തം ഇരിക്കുന്നത്. പിന്നെ നമുക്ക് ഇവറ്റകൾക്ക് ഞവരയില കൊടുക്കുക, തുളസിയില കൊടുക്കുക, വേപ്പില കൊടുക്കുക, എല്ലാം കൊടുക്കുക. അതുകൊണ്ട് കാണിക്കുന്നുണ്ടോ നമ്മുടെ വീട് കണ്ടോ. കുട്ടികൾക്ക് ഈ നമ്മുടെ ഈ ഒരു തത്തമ്മ പോകും. അപ്പോൾ അതിൻ്റെ സൗണ്ട് കേൾക്കുമ്പോൾ അതിൻ്റെ കൂടെ കിടന്നാൽ കരയും. പക്ഷെ നമ്മുടെ കൂടെ നല്ല ടേംഡ് ആയിട്ടുള്ളതാണ്. കയ്യിലൊക്കെ ഇരിക്കും. കൊച്ചുനാളിൽ നമ്മൾ എടുത്ത് വളർത്തിയാണ്. പക്ഷെ പുറത്ത് നമ്മൾ അങ്ങനെ ഇതാക്കാറില്ല. നമുക്ക് പിടിക്കാറുണ്ട്. പക്ഷേ നമുക്ക് വെളിയിലായതുകൊണ്ട് ചെറിയൊരു പേടിയുണ്ട്. ഇല്ല, പറന്നോണ്ടിരിക്കും അങ്ങോട്ട്. തത്തമ്മയുടെ ശബ്ദം കേട്ടു തുടങ്ങി കേട്ടോ. അതാണ് കിടന്ന് കരയുന്നത്. ഇപ്പൊ അങ്ങനെ വീട്ടിലിപ്പോ റംബൂട്ടാൻ കഴിക്കുമ്പോൾ ഇവിടെ പറക്കുന്നുണ്ടോ നോക്കട്ടെ.
ഇവിടെ പറക്കുന്നുണ്ട് ആള്. നല്ല ഹൈറ്റിലാണ് സാധനം പറന്നുകൊണ്ടിരിക്കുന്നത്. ചിലപ്പോൾ നമ്മൾ ഇവിടുന്ന് പറിച്ചു വിട്ടോ നമ്മൾ ഹൈറ്റ് പറഞ്ഞിട്ട് അവിടെ ഒരു തെങ്ങുണ്ട്, അവിടെ പോകും കേട്ടോ.